ഇപ്പോൾ ദാണ്ട് ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കും. ഇവർ രണ്ടുപേരും ഇപ്പോൾ കാലാട്ടിയാണ്. ഇങ്ങനെ രണ്ടുപേരും അത് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒബ്സർവ് ചെയ്തു. അശോകൻ തന്നെ ഇങ്ങനെ ഇങ്ങനെ കാലാട്ടി. അപ്പോൾ അതിങ്ങനെ നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധ പോവും. അത് വേറെ കാര്യങ്ങളിൽ ചിലർ കൈയുടെ മാനറസ് എന്ന് പറഞ്ഞാൽ തൻ്റെ വിരൽ ഇങ്ങനെ ഇതാകണ്ട. അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന വേറെ കാര്യമുണ്ട്. ഇപ്പം എനിക്ക് മടിയുള്ള ഒരു കാര്യമാണ്, ഇതൊരു കംഫർട്ടബിൾ പൊസിഷനാണ്. പക്ഷെ എനിക്ക് എന്തോ ഒരു സംഭവം എനിക്ക് ഇന്റർവ്യൂവിന് ഇതാ ഇങ്ങനെ കയറി ഇരിക്കാൻ എനിക്ക് പറ്റില്ല. അത് കംഫർട്ടബിൾ പോസ്റ്റിലാണ്. പക്ഷേ കംഫർട്ടബിൾ ആയതുകൊണ്ട് അതെ, ആ ഒരു കംഫർട്ടബിൾ ഒന്ന് മടുക്കും. അപ്പൊ അധ്യാപകൻ എന്ന നിലയിൽ ഈ സ്റ്റുഡൻസുമായിട്ട് ഞാൻ സോഷ്യലിന് ഫോട്ടോ എടുക്കുമല്ലോ, ആനുവലിനൊക്കെ. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പം പല അധ്യാപകരും എന്താ ഫോട്ടോയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കുള്ളൂ. എനിക്ക് കാലിന്മേ കാല് എടുത്ത് വെച്ച് ഇരിക്കുന്നത് എന്തോ ഒരു അനാദരവ് പോലെ ഒക്കെ എനിക്ക് തോന്നും. എൻ്റെ മനസ്സിലാണ്, എൻ്റെ മനസ്സിൽ. ഇപ്പം മനോജ് അത് ചെയ്യുന്നില്ല. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ ഇരിക്കാറില്ല. അതാണ് പറഞ്ഞത്. അപ്പം ചിലർ അതെങ്ങനെ ഇരിക്കും, ചിലർ അതിൻ്റെ ഞാനിരിക്കുന്നത് എനിക്ക് ഒരു സുഖത്തിന് വേണ്ടി ഇരിക്കില്ല. പിന്നെ അതുപോലെ ചില സദസ്സിലൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഇരിക്കില്ല. അത് മാത്രമല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥ. അല്ല, അത് മാത്രമല്ല, ഇതിനകത്ത് അശോകൻ ഇങ്ങനെ ഇരിക്കുന്നു, അശോകൻ ഇരിക്കുന്നു. വേറെ ചിലരുടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കുക. അശോകൻ ഇരിക്കുന്നത് പാൻറ് ഇച്ചിരി ലൂസ് വേണം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ചിലർ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഈ ചില ആൾക്കാർ അനാദരവ് എന്നൊക്കെ പറഞ്ഞ സംഭവം വേറെ ചില ആൾക്കാരുണ്ട്, ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അഹങ്കാരം എന്നൊക്കെ പറയാൻ അതൊരിക്കലും പാടില്ല, മര്യാദ ഇല്ല. നമ്മളിരിക്കുന്ന ഒരു കാലിന്റെ പുറത്ത് സൗകര്യത്തിന് വേണ്ടി ഇരിക്കുന്നതാണ്. പിന്നെ വേറെ ചില ഇതേപോലെ ഇന്റർവ്യൂല് ചോദ്യം എന്തെങ്കിലും ചോദിച്ചേ, എന്തെങ്കിലും ചോദ്യം ചോദിക്കും. ഈ സിനിമയില് മെയിൻ കഥാപാത്രത്തെ എന്താ ഈ സിനിമയില് മെയിൻ കഥാപാത്രം ചോദ്യം ഒന്നുകൂടെ അതാണ് പറഞ്ഞത്. അപ്പൊ ആ ചോദ്യം ഒന്നും ശ്രദ്ധിക്കാതെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കും. അനങ്ങാൻ പോലും പറ്റാതായിരിക്കും. ഞാൻ കാല് താത്തിയിട്ടു. അതെ, കാല് താഴ്ത്തിയിട്ടു. താഴ്ത്തിയിട്ടപ്പോഴാണ് അനക്കം പറയുന്നത്. അനക്കാതെ വെച്ചു, കൈ എവിടെ വെച്ചു, കയ്യും അനക്കുന്നില്ല. അശോകനിപ്പോ കറക്റ്റ് ഇത് അവിടെ പ്രതിമ പോലെ ഇരിക്കുക. ഞാൻ ഒബ്സർവ് ചെയ്തെന്നല്ലേ പറയുന്നുള്ളൂ. ഇതൊന്നും തെറ്റാണെന്ന് പറഞ്ഞല്ല, ഞാൻ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട് എന്നേ പറഞ്ഞോളൂ. ഇതൊക്കെ തെറ്റാണെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. അല്ല, അനാദരം എന്ന് പറഞ്ഞാൽ കാലുമേ കാലിട്ട് ഒരു അഹങ്കാരത്തിന്റെ വെച്ചിട്ട് ഇത് കുറച്ച് അഹങ്കാരമാണ്. ശരിക്കും പെൺകുട്ടികൾ അങ്ങനെ ഇരുന്നാലും അഹങ്കാരം മാത്രമല്ല, വിവരമില്ലായ്മയൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ഇന്റർവ്യൂവിലൂടെ കാലിന് വെക്കില്ല തീരുമാനിച്ചു. അശ്വതി ഇനിയുമുള്ള ഒരു ഇന്റർവ്യൂവിലും കാലുമക്കാരും ഇരിക്കില്ല. അല്ല, അങ്ങനെയൊക്കെ തോന്നിയേക്കാം. അതിപ്പം കയ്യെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നു. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിരിക്കുന്നു. കുറച്ച് തലേ കുറച്ച് ലെഫ്റ്റ് റൈറ്റ്